ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക്, അതായത് ഈ ഒരു എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, എന്നാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഡൈവേഴ്സിറ്റി മാഗസിന്റെ 2026 ഏപ്രിൽ മാസത്തെ ഓട്ടിസം സ്പെഷ്യൽ പതിപ്പിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഓട്ടിസത്തെക്കുറിച്ച് നമ്മൾ വെച്ചുപുലർത്തുന്ന പല ധാരണകളെയും മാറ്റിയെഴുതുന്ന, നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്നൊരു അനുഭവമാണിത്. വെറുമൊരു മെഡിക്കൽ റിപ്പോർട്ടല്ല കേട്ടോ ഇത്, മറിച്ച് അറിവിലൂടെയും സ്നേഹത്തിലൂടെയും എങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ്. അപ്പോ നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ? ഓട്ടിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മാതാപിതാക്കളുടെയും ഉള്ളിൽ ആദ്യം തോന്നുന്നതെന്തായിരിക്കും? ഒരു പക്ഷെ വലിയൊരു ഭയമായിരിക്കും, അല്ലേ? എന്നാൽ ആ ഭയത്തിൽ നിന്ന് അതിജീവനത്തിലേക്കും ശാക്തീകരണത്തിലേക്കുമുള്ളൊരു യാത്ര എങ്ങനെ സാധ്യമാകും? അതാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. ചുറ്റുമുള്ളവരുടെ ചോദ്യങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും നടുവിൽ പകച്ചു നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന് വളരെ കരുത്തുറ്റൊരു മാനസികാവസ്ഥയിലേക്കുള്ള മാറ്റം, ആ ഒരു വൈകാരികമായ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ മാഗസിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്നോ? എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ച് അവർ വെറുതെ പറയുക മാത്രമല്ല, അത് ശരിക്കും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട്. കാഴ്ചപരിമിതിയുള്ളവർക്ക് വായിക്കാൻ സഹായിക്കുന്ന NBDA, ജോസ് പോലുള്ള സ്ക്രീൻ റീഡറുകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇതിന്റെ PDF തയ്യാറാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഗൂഗിൾ ജെമിനി, നോട്ട്ബുക്ക് LM എന്നുവഴി ലോകത്തിലെ 120ഓളം ഭാഷകളിലേക്ക് ഇത് വളരെ എളുപ്പത്തിൽ മാറ്റാനും സാധിക്കും. ക്യാൻവ ഉപയോഗിച്ച് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ മാഗസിൻ സാങ്കേതികവിദ്യ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ, തങ്ങൾക്ക് കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം ഏതൊരച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ ആദ്യം ഉയരുന്നൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട്? അല്ലെങ്കിൽ വൈ? ശരിക്കും ഒരു തരം ആശയക്കുഴപ്പത്തിന്റെയും ഭയത്തിന്റെയും നിമിഷമാണത്. എന്നാൽ ഓട്ടിസം എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് നമ്മുടെ ജനിതകപരമായ ഘടകങ്ങളുടെയും ചുറ്റുപാടുകളുടെയും വളരെ സങ്കീർണമായ ഒരു കൂടിച്ചേരലാണെന്നാണ് മാഗസിൻ വ്യക്തമാക്കുന്നത്. വലിയ വലിയ മെഡിക്കൽ വാക്കുകളൊന്നുമില്ലാതെ വളരെ ലളിതമായി തന്നെ ഈ യാഥാർത്ഥ്യം മാതാപിതാക്കളിലേക്ക് എത്തിക്കാനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. നമുക്കിനി അല്പം വൈകാരികമായ ഒരു തലത്തിലേക്ക് കടക്കാം. ഡോക്ടർ ശ്രീനിവാസ രാഘവന്റെ ഫ്രം സൈലൻസ് ടു സ്റ്റീൽ എന്ന കവിത ശരിക്കും ഒരു അമ്മയുടെ മാനസിക സംഘർഷങ്ങളെ എത്ര കൃത്യമായാണ് വരച്ചുകാട്ടുന്നതെന്നോ? കുട്ടിക്കൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുമ്പോൾ ചുറ്റുമുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്രമാത്രം വേദനിപ്പിക്കുന്നതാണ്. എന്താ ഇങ്ങനെ, എന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നതല്ലാതെ ആ അമ്മയുടെ ഉള്ളിലെ സമാധാനത്തെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? സമൂഹത്തിന്റെ ഈ സഹാനുഭൂതിയില്ലായ്മയെ ഈ വരികൾ വളരെ ആഴത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ കവിതയുടെ തുടർച്ചയിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് കാണാം കുഞ്ഞിനെ വളർത്തുന്നതിലെ കഷ്ടപ്പാടുകൾ, ആ അമ്മ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ. ഇതൊന്നും ആരും കാണുന്നില്ല. കുട്ടി സാധാരണ രീതിയിൽ വളർച്ച പ്രാപിക്കുന്നില്ലെങ്കിൽ അതിന്റെ മുഴുവൻ കുറ്റവും സമൂഹവും പലപ്പോഴും സ്വന്തം കുടുംബവും ആ അമ്മയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ആ അമ്മ നിശബ്ദമായി തടർന്നു പോകുമ്പോഴും മറ്റുള്ളവർ അവളിലൊരു പോരായ്മ മാത്രമാണ് കാണുന്നത്. ഇത് ശരിക്കും ഹൃദയഭേദകമായൊരു യാഥാർത്ഥ്യമാണല്ലേ? പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിക്കുന്നത്. ആ അമ്മയുടെ ചിന്തകളിൽ വലിയൊരു മാറ്റമുണ്ടാകുന്നു. അതൊരു വലിയ തിരിച്ചറിവാണ്. തന്റെ കുഞ്ഞ് തകർക്കപ്പെട്ടവനല്ല, അവനൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. അവൻ ലോകത്തെ കാണുന്നത് വളരെ വ്യത്യസ്തവും അതിനേക്കാൾ മനോഹരവുമായ നിറങ്ങളിലൂടെയാണ്. അവൻ നമ്മളോട് സംവദിക്കുന്നത് മറ്റൊരു തലത്തിലാണ്. അതായത് അവന്റെ തലച്ചോറിന്റെ ഘടന കുറച്ചുകൂടി വ്യത്യസ്തമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ഈ ഒരു തിരിച്ചറിവ് ആ അമ്മയ്ക്ക് നൽകുന്ന ഊർജം ഒട്ടും ചെറുതല്ല കേട്ടോ. അതിനാൽ ആ കവിത അവസാനിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ആ അമ്മ ഇപ്പോൾ ഒരു ഉരുക്കായി മാറിയിരിക്കുന്നു. സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകളും അവഗണനകളും താൻ അനുഭവിച്ച വേദനകളുമെല്ലാം ചേർന്ന് അവളെ ഒരു വജ്രമാക്കി മാറ്റിയിരിക്കുന്നു. സ്വർണം കൊടുത്തുപോലും വാങ്ങാൻ കഴിയാത്തത്ര മൂല്യമുള്ള ഒരു വജ്രം. തന്റെ കുഞ്ഞിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള അങ്ങേയറ്റം ശാക്തീകരിക്കപ്പെട്ട ഒരു അമ്മയുടെ പ്രതിരൂപമാണിത്. ഭയത്തിൽ തുടങ്ങിയ യാത്ര ഇവിടെ തികഞ്ഞ കരുത്തിലാണ് എത്തിനിൽക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടെന്നറിയുമ്പോൾ പല മാതാപിതാക്കളും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബിരുദങ്ങളെടുക്കാൻ നെട്ടോട്ടമോടുന്നത് നാം കാണാറില്ലേ? എന്നാൽ മാഗസിൻ ഇതിനെ ഒരു വലിയ തെറ്റിദ്ധാരണയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാലഹരണപ്പെട്ട സിലബസുകൾ വെച്ച് പഠിക്കുന്ന ഈ പോസ്റ്റൽ ഡിഗ്രികൾ കൊണ്ട് ശരിക്കും എന്തു പ്രയോജനമാണുള്ളത്?
ഒരു കുട്ടിക്ക് ആവശ്യമുള്ളത് ഇത്തരം ബിരുദങ്ങളല്ല, മറിച്ച് മാതാപിതാക്കളിൽ നിന്നുള്ള സ്നേഹവും പൊക്കിൾക്കൊടി ബന്ധത്തിന്റെ ഊഷ്മളതയുമാണ്. വീട് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സർവകലാശാല. അതുപോലെ മാതാപിതാക്കളാണ് ഏറ്റവും വലിയ വിദഗ്ധർ. ഇതൊരു തിയറി മാത്രമല്ല കേട്ടോ. ഇതിനൊരു മികച്ച ഉദാഹരണമാണ് പൂജ രമേശ് എന്ന കുട്ടിയുടെ മാതാപിതാക്കളുടെ കഥ. അവർ സ്വന്തം വീടിനെ തന്നെ ഒരു റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് സെന്ററാക്കി മാറ്റി. പുറത്തുള്ള സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിനു പകരം കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ വീട്ടിൽ തന്നെ ഒരുക്കി. തങ്ങളുടെ കുട്ടിയുടെ കഴിവുകളെ മനസ്സിലാക്കാൻ അവർക്കൊരു ഡോക്ടറേറ്റും ആവശ്യമുണ്ടായിരുന്നില്ല. അതിരില്ലാത്ത സ്നേഹവും കൃത്യമായ നിരീക്ഷണവും മാത്രം മതിയായിരുന്നു. നമ്മുടെ ഈ ലോകം പൊതുവെ വലിയ ബഹളങ്ങൾ നിറഞ്ഞതാണ്, അല്ലേ? വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഈ ന്യൂറോ ഡൈവേർജന്റ് കുട്ടികളെ നമ്മുടെ ബഹളങ്ങളിലേക്ക് നമ്മൾ എന്തിനാണ് നിർബന്ധിച്ചു വലിച്ചിഴയ്ക്കുന്നത്? അത് ശരിയല്ല. അവർക്ക് സുരക്ഷിതത്വം തോന്നുന്ന ശാന്തമായ ഇടങ്ങളിൽ ഇടപെടാൻ അവരെ അനുവദിക്കുക. അവർക്ക് സ്വന്തം വേഗതയിൽ വളരാൻ കഴിയുന്ന ഒരു ഓപ്റ്റിമം ലോകം അവർക്ക് ചുറ്റും സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെപ്പോലെ ആവാൻ അവരെ നിർബന്ധിക്കരുത്. ഷേഖ് നസീമ ബീഗം ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. ഓട്ടിസമുള്ള കുട്ടികളെ മറ്റു സാധാരണ കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നത് നമ്മൾ ഇനിയെങ്കിലും നിർത്തണം. കാരണം പലപ്പോഴും ഈ കുട്ടികൾക്ക് മറ്റുള്ളവരെക്കാൾ ഉയർന്ന ചിന്താശേഷിയും സെൻസറി ഗുണങ്ങളും ഉണ്ടായിരിക്കും. അവരുടെ വ്യത്യാസങ്ങൾ ഒരിക്കലും ഒരു കുറവല്ല. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തതാണ് യഥാർത്ഥ പ്രശ്നം. വെറുതെയുള്ള ഈ താരതമ്യം കുട്ടികളെയും മാതാപിതാക്കളെയും ഒരുപോലെ തളർത്തുകയുള്ളൂ. ഇവിടെയാണ് ഡോക്ടർ വിമൽ ഛജ്ജർ മുന്നോട്ടുവെക്കുന്ന എഡ്യൂക്കേഷൻ എന്ന ആശയം പ്രസക്തമാകുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? അതെ, വിദ്യാഭ്യാസമാണ് ഭയത്തിനെതിരെയുള്ള ഏറ്റവും മികച്ച വാക്സിൻ. നിങ്ങളുടെ കുട്ടി നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങൾ സ്വയം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭയമില്ലാതാകുന്നു. അവിടെ വ്യക്തതയും ശാന്തതയും വരുന്നു. ഈ അറിവ് വെച്ച് നിങ്ങൾക്ക് മുന്നിലുള്ള ഏത് തടസ്സങ്ങളെയും മറികടക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഓട്ടിസം എന്നത് ചികിത്സിച്ചു മാറ്റേണ്ട ഒരു തകരാറാണ് എന്ന ചിന്ത മാറ്റിവെച്ച് ആ കുട്ടികളെ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാൻ നമ്മൾ തയ്യാറാണോ? അവരുടെ വ്യത്യാസങ്ങളെ കുറവുകളായി കാണാതെ സവിശേഷതകളായി കണ്ട് ചേർത്തുപിടിക്കാൻ നമുക്ക് കഴിയുമോ? തീർച്ചയായും ഈ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പുതിയൊരു ചിന്തയ്ക്ക് വഴി തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.